പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവൾത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ പഴങ്ങാട് സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭർത്താവ് ജോസഫ് വിനോദ് ഖത്തറിൽ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ മകൾ മിഗ റോസ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് സോവിൻ ജോസഫ് 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 12ാം തീയതിയാണ്. എൻ്റെ 3ാമത്തെ കുഞ്ഞ് മരിച്ച ശേഷം എനിക്ക് അമിതമായ ഉത്കണ്ഠയും ഭയവും എന്നെ വിട്ടു മാറുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരസുഖം വന്നാലും എനിക്ക് അമിതമായ ഭയവും ഉത്കണ്ഠയുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഭർത്താവ് നിർബന്ധിച്ചത് കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കാനായിട്ട്. എനിക്ക് ആദ്യമൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം എനിക്ക് മാതാവിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ സംരക്ഷണവും എനിക്ക് ജീവിതത്തിലുടനീളം അനുഭവിച്ചു തുടങ്ങി. എനിക്കൊന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോലും ഭയമായിരുന്നു. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ആഴ്ച തന്നെ എൻ്റെ ഭർത്താവ് 2 വർഷമായി ഖത്തറിലുണ്ടായിരുന്നെങ്കിലും ആഴ്ചയിലൊന്നും കുർബാനയിലേക്ക് പോകാനായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ആഴ്ച മുതൽ എല്ലാ ആഴ്ചയിലും 2 ദിവസം വെച്ചിട്ട് കുർബാനയിൽ സംബന്ധിക്കാനുള്ള എല്ലാ അവസരങ്ങളും ലഭിച്ചു. പിന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും താമസിക്കുവാനായിട്ട് 35 വർഷത്തോളമായി വീട് പണിയാൻ ഒരുപാട് തടസ്സങ്ങളായിരുന്നു. ഭാഗാധാരം വെക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് തടസ്സപ്പെട്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ മുഖേന വീട് പണിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അപേക്ഷ കൊടുത്തിരുന്ന രൂപതയിൽ നിന്ന് വീട് പണിയാനുള്ള സാങ്ഷൻ ആവുകയും ഇപ്പോൾ വീട് പണി നന്നായി നടക്കുകയും ചെയ്യുന്നു. ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോയും തിരുക്കുമാരനും വഴി മാതാവും വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ആയിരം നന്ദി പറയുന്നു. ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ അവിടെ എനിക്ക് ഖത്തറിലെ ജോലി ഞങ്ങൾക്ക് അവിടെ ജോലിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ലീവിന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. 6 മാസം 8 മാസമൊക്കെ ആയാലും ജോലിക്കാർ നാട്ടിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് പുതിയ പ്രൊജക്റ്റുകൾ കിട്ടുകയും അങ്ങനെയുള്ള ഇഷ്യൂ അവർ ഓവർകം ചെയ്ത് വരികയും ചെയ്തു. പിന്നെ എനിക്ക് തോൾ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് MRI ചെയ്തപ്പോഴത്തേക്ക് അവർ കീ ഹോൾ സർജറിയാണ് സജസ്റ്റ് ചെയ്തത്. ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛന് തോളത്ത് സൈത്തൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചു. സർജറി ഒന്നും കൂടാതെ തന്നെ 90% എൻ്റെ വേദനകളൊക്കെ മാറി തോളത്ത്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ട്. ദിവസവും കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. വചനം ഞാൻ കൃപാസന പത്രത്തിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താണ് പത്രം കൊടുക്കുന്നത്. ഞാൻ വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. കുമ്പസാരം ഞാൻ 2 ആഴ്ച മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. എൻ്റെ ചേട്ടന് വന്ന് ഇവിടെ ഖത്തറിൽ ലീവിന് വന്ന സമയത്ത് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഇപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിൽ പിന്നെ വല്ലാത്തൊരു ധൈര്യമാണ്. ഇപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണവും മാതാവിൻ്റെ സാന്നിധ്യവും മുല്ലപ്പൂ മണവും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാതാവിൻ മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും മക്കളൊക്കെ വചനം പറയുന്നുണ്ട്. നേരത്തെ വചനം പഠിക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്ന മകന് പ്രാർത്ഥനയോട് ചോദിച്ച് വരികയും അമ്മയെ പറഞ്ഞതാണെന്നും പറഞ്ഞ് എല്ലാം പ്രാർത്ഥിക്കുകയും വചനം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഐശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 18-19 വചനങ്ങളാണ്. ഉടമ്പടി മക്കളുടെ കരം പിടിച്ച് പുതിയ പാതയിലേക്കാണ് ഈശോയും അമ്മയും നമ്മളെ നയിക്കുന്നത്. അങ്ങനെയാണ് ഈ മകളുടെ ആ വളരെ വേദനാജനകമായിരുന്ന അനുഭവം മറക്കുവാനും പുതിയൊരു പാതയിലേക്ക്, അതായത് ഉടമ്പടി ജീവൻ നയിച്ചതിലൂടെ എല്ലാം തകർന്നു പോയ ആ നിമിഷങ്ങളെയെല്ലാം
ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഈ മകൾക്ക് ആശ്വാസവും ധൈര്യവും ലഭിച്ചത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത് 35 വർഷമായി വീട് പണിയാൻ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നായിരുന്നു. അതും ഉടമ്പടി എടുത്ത ഉടനെ 35 വർഷത്തിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്, ടൈം ഷോർട്ടനിൻ്റെ അമ്മ. അവരുടെ കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടുകയും അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പേ പേരൊക്കെ കൊടുത്തിരുന്നായിരുന്നു ഒരു വീടിന് വേണ്ടിയിട്ട്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഈശോയും അമ്മയും ഇടപെടുകയും ആ വീടിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഈശോയും അമ്മയും ഇവരെ അനുഗ്രഹിച്ചത്. പിന്നെ മകൻ്റെ ഒരു പ്രോജക്റ്റ് വർക്കായിരുന്നു ഖത്തറിൽ. അതും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈശോയും അമ്മയെ സഹായിച്ചു. പ്രത്യേകിച്ചും മകനുണ്ടായിരുന്ന ഒരു രോഗസൗഖ്യമാണ്, തോളിൻ്റെ വേദനയായിരുന്നു. അത് കീ ഹോൾ സർജറിയിലൂടെ മാറ്റണമെന്നാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. പക്ഷേങ്കിൽ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ച സൈത്ത് വെച്ച് തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ മകന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചതായിട്ടാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് നാം ഓരോരുത്തരും നമ്മുടെ വേദനകളും കഷ്ടതകളും ദുഃഖങ്ങളും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും ഓർക്കുകയോ അതിൽ വേദനിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ നമുക്കും നയിക്കാം. സൗമ്യ വിനോദിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.